വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകാനായിട്ട് ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് സ്ത്രീ പുരുഷന്മാർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു 8 ടിപ്സിനെ പറ്റിയിട്ടാണ്. ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്ന ടിപ്സ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ്. കാരണം ഫിസിക്കൽ കോൺടാക്റ്റ് പ്രഗ്നൻ്റ് ആകാനായിട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ കുറച്ച് സർട്ടൈൻ തിങ്സ് നമ്മളൊന്ന് മൈൻഡിൽ സൂക്ഷിച്ചിട്ട് ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത ഇരട്ടിയാക്കും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തെല്ലാം ഫോളോ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ പ്രഗ്നൻ്റ് ആകാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ ആയിട്ടുള്ളൊരു ടൈം പീരീഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അതായത് നമ്മുടെ പീരിയഡ് സൈക്കിളിൻ്റെ ആ ഒരു ലെങ്ത്തിൽ എന്നാണോ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധ്യതയുള്ള ദിവസം, അതിനെയാണ് നമ്മൾ ഓവുലേഷൻ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സ്ത്രീയുടെ ആർത്തവ ചക്രത്തിൻ്റെ ലെങ്ത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓവുലേഷൻ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പുരുഷന്മാർ എല്ലാ സമയത്തും ഫെർട്ടൈൽ ആകുമ്പോഴേക്കും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ ആകുന്നത്, അതായത് അമ്മയാകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത വരുന്ന സമയം എന്ന് പറയുന്നത് അവരുടെ ഓവുലേഷൻ നടക്കുന്ന ആ ഒരു ഫെർട്ടൈൽ ടൈം പീരീഡാണ്. ഈ ഒരു ഫെർട്ടൈൽ ടൈം പീരീഡ് നമ്മൾ ആർത്തവ ചക്രത്തിൻ്റെ ലെങ്ത്ത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് എങ്ങനെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അല്ലെങ്കിൽ ദിജോസ് വേൾഡ് ഓവുലേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്ര തവണ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. സാധാരണയായിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇപ്പോൾ HCG ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്, ആ തലേ ദിവസം മുതലുള്ള പിറ്റേ ദിവസവും ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ HCG ഇഞ്ചക്ഷൻ എന്നാണോ വെക്കുന്നത് അതിന് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ, അതായത് ഇഞ്ചക്ഷൻ വെച്ചിട്ട് പിറ്റേ ദിവസം മുതൽ കോൺടാക്റ്റ് ചെയ്ത് തുടങ്ങുന്ന, അന്നത്തെ ദിവസവും പിറ്റേ ദിവസവും കോൺടാക്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും ചെയ്യുന്നത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു HCG ഇഞ്ചക്ഷൻ നമ്മുടെ ശരീരത്തിലോട്ട് ആ ഒരു ഷൂട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സമയത്തായിരിക്കും നമുക്ക് എഗ്ഗ് പുറത്തേക്ക് വരുന്നത്. നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷൻ്റെ സ്പേം സെൽസ് സ്ത്രീ ശരീരത്തിൽ ഒരു 5 ദിവസം വരെയൊക്കെ നിൽക്കും. മാക്സിമം 5 ദിവസം വരെയൊക്കെ ഉണ്ടാകും. ആ ഒരു സമയത്ത് നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ടും ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നാണോ നമുക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ളത് അതിനേക്കാളും ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം മുൻപും ഓവുലേഷൻ നടക്കാനായിട്ടുള്ള എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡേയും അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസങ്ങളും ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഓരോ സമയങ്ങളിൽ നിങ്ങൾ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്ത് എത്തുന്ന സ്പേം സെൽസ് അവിടെ നിങ്ങളുടെ സെർവിക്സിൽ നിന്ന് അതുപോലെ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ ഫലോപ്പിയൻ ട്യൂബിൽ ഡെപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് എപ്പോഴാണോ നിങ്ങളുടെ എഗ്ഗ് ഓവുലേഷൻ നടന്ന് പുറത്തേക്ക് വരുന്നത്, ആ ഒരു സമയത്ത് നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ഒരു സാധ്യത ഇത് ഇരട്ടിയാക്കും. അപ്പോൾ നിങ്ങൾ ഓവുലേഷൻ തീയതി കണ്ടുപിടിച്ചിട്ട് ഡെയിലി ഓർ ഓൾട്ടർനേറ്റീവ്ലി എന്ന് പറയുമ്പോൾ ഒരു ദിവസം ചെയ്തു പിറ്റേ ദിവസം ചെയ്തില്ല, അങ്ങനെ നിങ്ങൾ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് ഇത് ചെയ്യാനായിട്ട് പ്രിപ്പയർ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്യാൻ പറ്റുന്നവരെ ഡെയിലി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഓൾട്ടർനേറ്റീവ്ലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഏത് സമയത്ത് ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യണം, ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏത് സമയമാണ് ചേച്ചി ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഗൈനക്കോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗിലുള്ള ഒരു ടൈമാണ്. പുരുഷന് ഏർലി മോർണിംഗിലുള്ള ഒരു സമയത്ത് അവരുടെ സ്പേമിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റുള്ള സമയങ്ങളെ അപേക്ഷിച്ചിട്ട് കുറച്ച് കൂടുതലായിരിക്കും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം ആ ഒരു ഉറങ്ങി എഴുന്നേക്കുന്ന ആ ഒരു സമയത്ത് പുരുഷ ശരീരം അത്രമാത്രം ആക്റ്റീവ് ആകുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പുരുഷ ശരീരം മാത്രമല്ല, സ്ത്രീ ശരീരവും ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ ഉറങ്ങി എഴുന്നേക്കുന്ന ആ ഒരു സമയത്ത് ഒരു ഡീപ്പ് സ്ലീപ്പ് എടുത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. ഈ ഫ്രഷ്നെസ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓവുലേഷൻ ഉള്ളൊരു സമയത്ത്, ഓവുലേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് ഒരു മോർണിംഗിൽ നമ്മൾ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യുന്നത് പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂട്ടും. ഇനി അതുപോലെ തന്നെ ഡെയിലിയോ ഓൾട്ടർനേറ്റീവിലോ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പൊസിഷൻ ഏതാണ് ഓപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സാധാരണയായിട്ട് നമ്മളോട് ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ നിങ്ങൾക്ക് ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട്. പക്ഷേ ഒട്ടുമിക്ക ആളുകളും പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഓപ്റ്റ് ചെയ്യുന്നത് മിഷണറി പോസാണ്. മിഷണറി പോസിലോട്ട് ഗ്രാവിറ്റി കൂടുതലായിട്ട് അങ്ങോട്ട് കീഴ്പോട്ടേക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നാണ് പഠനങ്ങളും സൂചിപ്പിക്കുന്നത് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഏതാണോ ആ ഒരു പൊസിഷൻ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു പൊസിഷനിൽ നിങ്ങൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സെർവിക്സ് വരെ ആ ഒരു സ്പേം സെൽസ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് കയറി പോവേണ്ടത് സ്പേമിൻ്റെ ഉത്തരവാദിത്തമാണ്. സ്പേമിന് തനതായിട്ടുള്ളൊരു ക്വാളിറ്റീസ് അതിന് ഉണ്ടെങ്കിൽ ആ ക്വാളിറ്റീസിലൂടെ ഈ സ്പേമിന് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഹൈലി എഫിഷ്യൻ്റ് ആണ് ഈ ഒരു സ്പേം സെൽസ് എങ്കിൽ നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തുന്ന സ്പേമിന് ഉടനെ തന്നെ ആ സെർവിക്സിലൂടെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് എത്താനായിട്ട് സാധിക്കും. നേരെ മറിച്ച് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ളൊരു സ്പേം ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് തിരിച്ച് നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് തോന്നും.
സാധാരണയായിട്ട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ യൂറിനേറ്റ് ചെയ്യാനായിട്ട് പോയിരിക്കുന്ന സമയങ്ങളിൽ കുറച്ച് സ്പേം സെൽസ് പുറത്തേക്ക് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലേ. ഈ ഒരു സ്പേം സെൽസ് ഒട്ടുമിക്ക സ്പേം സെൽസും പുറത്തേക്ക് വരുന്നു എന്ന് പറയുന്നവരുണ്ട്. സാധാരണ കേസുകളിൽ അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെയധികം റെയറാണ്. ക്വാളിറ്റി കുറവായിട്ടുള്ള സ്പേം സെൽസ് മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷൻ ഏതാണ് ആ ഒരു പൊസിഷൻ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ സമയവും എല്ലായ്പ്പോഴും മിഷണറി പോസ് തന്നെ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം കുറഞ്ഞു വരാനായിട്ട് ആ ഒരു പോസ് നിങ്ങൾ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നതിന് കാരണമാകും. അതുകൊണ്ട് ഡിഫറെൻറ്റ് ആയിട്ടുള്ള പോസസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ വുമൺ ഓൺ ദി ടോപ്പ് ആയിട്ടിരിക്കുന്ന പോസ് കഴിവതും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം ആ ഒരു നേരെ മറിച്ച് ആ എല്ലാ പോസുകളെയും വെച്ച് നോക്കുമ്പോഴേക്കും ആ ഒരു പോസിൽ ഗ്രാവിറ്റി നല്ലപോലെ കീഴ്പോട്ടാണ് വരുന്നത്. കാരണം ആ ഒരു ഇജാക്കുലേഷൻ സംഭവിച്ച് അകത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും പുറത്തേക്ക് വരാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് സ്ത്രീകൾ ടോപ്പിലിരിക്കുന്ന പോസ് നിങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യുക കേട്ടോ. നേരെ മറിച്ച് ബാക്കിയുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസുകൾ ഏതാണോ അതൊക്കെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. മിഷണറി പോസ് തന്നെ വേണമെന്നില്ല. നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ത്രീകൾക്ക് ഓർഗാസം അതായത് രതിമൂർച്ച വേണമോ പ്രഗ്നൻ്റ് ആകാനെന്ന് പലരും ചിന്തിക്കാറുണ്ട്. ഒരുപാട് വീഡിയോസ് ഞാൻ അതിനെപ്പറ്റി തന്നെ ചെയ്തിട്ടുമുണ്ട്. സാധാരണ കേസുകളിൽ നമുക്ക് ഒരു ഓർഗാസം അല്ലെങ്കിൽ ഒരു രതിമൂർച്ച നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിൻ്റെ ആ ഓപ്പണിങ്ങിൻ്റെ ഭാഗം കുറച്ചൊന്ന് കോൺട്രാക്ഷൻസ് ഉണ്ടാവുകയും ഈ കോൺട്രാക്ഷൻസ് മൂലം എളുപ്പത്തിൽ സ്പേമിന് ട്രാവൽ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ ഒരുക്കുകയും ചെയ്യുന്നു. കറക്റ്റായിട്ടുള്ള ഒരു പാത്ത് കുറച്ചും കൂടി ഒന്ന് വികസിച്ച് വരുന്ന ആ ഒരു സമയത്ത് ആ ഒരു ട്രാവലിംഗ് അവിടെ ഈസി ആവുന്നത് കൊണ്ടാണ് പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്ന സ്ത്രീകളിൽ ഓർഗാസം ഉണ്ടാകുന്നെങ്കിൽ അത് നല്ലതാണ് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഓർഗാസം ഉണ്ടാകാതെയും പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പോൾ ഒരു കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേപ്പ് വിക്ടിം, അവർ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്തിട്ടായിരിക്കില്ല ആ ഒരു നമ്മളെ ആ ഒരു കീഴ്പ്പെടുത്തിയുള്ള ഒരു പ്രോസസ്സ് നമുക്ക് അവിടെ നടക്കുമ്പോഴേക്കും അതിനെ ആരും തന്നെ എൻജോയ് ചെയ്യില്ല. പക്ഷേ എന്നിട്ടും കൂടി നേരെ മറിച്ച് പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഓർഗാസം എന്നുള്ളൊരു കാര്യം പ്രഗ്നൻ്റ് ആകാനായിട്ട് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യതയെ ഒരു പടിയൊന്ന് മുകളിലോട്ട് ഉയർത്താനായിട്ട് നമുക്ക് സാധിക്കും എന്നേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കണോ എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. സാധാരണ വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മാക്സിമം ബെഡിൽ അങ്ങനെ തന്നെ കിടക്കാനായിട്ട്. കൂടുതൽ സ്പേം സെൽസ് ഉള്ളിലോട്ട് എത്തുന്നത് ആ ഒരു സക്സസ്ഫുൾ ആക്കുന്നതിന്, അവരുടെ ആ ഒരു ജേർണി സക്സസ്ഫുൾ ആക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ഒരു ഇജാക്കുലേഷൻ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം അരമണിക്കൂറിനുള്ളിൽ, മാക്സിമം ആണ് കേട്ടോ, അത് 10 മുതൽ 15 മിനിറ്റിനകത്തൊക്കെ സ്പേം സെൽസ് കൃത്യമായിട്ട് ഫലോപ്പിയൻ ട്യൂബിന് അവിടേക്ക് എത്തും. സ്പേം സെൽസ് യാത്ര തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളൊരു 10-15 മിനിറ്റൊക്കെ നമ്മൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലായിട്ട് ഫിസിക്കൽ കോൺടാക്റ്റ് കഴിഞ്ഞിട്ട് വാഷ്റൂം യൂസ് ചെയ്യാതെ നമ്മൾ വെള്ളം ഒഴിച്ച് ആ ഭാഗമൊക്കെ ആ ഒരു ഇമ്മീഡിയറ്റ്ലി തന്നെ ക്ലീൻ ചെയ്യാതെ ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ബെഡിൽ ചരിഞ്ഞോ അല്ലെങ്കിൽ നിവർന്നോ ആണെങ്കിൽ നിങ്ങൾ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലെഗ് അപ്പ് ദ വോൾ പൊസിഷനിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പേം സെൽസ് കൂടുതലും ഇങ്ങോട്ടേക്ക് പോകുന്നത് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നിങ്ങൾ മാക്സിമം ആ ഒരു ബെഡിൽ കിടക്കുക. അതിനുശേഷം നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി യൂറിനേറ്റ് ചെയ്യാനായിട്ട് പോവുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാമോ എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോസസ്സ്, ഫിസിക്കൽ കോൺടാക്റ്റ് നിങ്ങൾ ചെയ്യുമ്പോഴേക്കും ആ ഒരു പ്രോസസ്സ് ഒന്ന് എൻജോയബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലൂബ്രിക്കൻസ് എന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. ലൂബ്രിക്കൻസ് സാധാരണയായിട്ട് ഉപയോഗിക്കാറ് നമ്മുടെ വജൈനൽ ഏരിയ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ, ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പെയിൻ ഉണ്ടാകും. ആ ഒരു പ്രോസസ്സ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കാതെയും വരും. അതുകൊണ്ടാണ് ആ ഒരു മെത്തേഡ് പലരും യൂസ് ചെയ്യുന്നത്, ലൂബ്രിക്കൻസ് പലരും യൂസ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഈ ലൂബ്രിക്കൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ലൂബ്രിക്കൻസും ആ സ്പേമിന് ഹാംഫുൾ ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ആണ്. അതായത് ഈ ലൂബ്രിക്കൻസ് ആ ഒരു പ്രോസസ്സ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ കൂടി തന്നെയും ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് എത്തുന്ന ആ ഒരു സെമനെ ഇതിനെ കൊല്ലാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പലരും തന്നെ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ, പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറില്ല. പിന്നെ ഏറ്റവും നല്ല ഒരു ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത് സെർവിക്കൽ മ്യൂക്കസ് ആണ്. ഈ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നും ഓവുലേഷൻ നടക്കുന്ന സമയത്ത്, ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത്, നമുക്കൊരു ഓർഗാസം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ഒരു ലിക്വിഡാണ്. ഇത് ഒരു എഗ് വൈറ്റ് ടെക്സ്ചറിലുള്ള ഒരു ഡിസ്ചാർജാണ്. ഈ ഒരു ഡിസ്ചാർജ് നമ്മളിലുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കത് എൻജോയബിൾ ആകും. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്ന ആ ഒരു സ്പേം സെൽസിന് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ദിവസം തങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ചാർജ് കൊടുക്കുന്നതിന് ഇത് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലോട്ടെത്തുന്ന സ്പേമിന് സർവിക്സിലൂടെ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഒരു പാത്ത് ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ സെർവിക്കൽ മ്യൂക്കസ് കേട്ടോ.
അപ്പോൾ നിങ്ങൾ കഴിവതും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് സെർവിക്കൽ മ്യൂക്കസിനെ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുക. ലൂബ്രിക്കൻസ് എത്ര സ്പേം ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിലും ഹാംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും നിങ്ങൾ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാതെ സെർവിക്കൽ മ്യൂക്കസിനെ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സെർവിക്കൽ മ്യൂക്കസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക, സെർവിക്കൽ മ്യൂക്കസ് ഇൻക്രീസ് ആക്കും. അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് കഴിക്കുക. പിന്നെ ക്ലോസ് വാട്ടർ, അതായത് ഗ്രാമ്പൂ വെള്ളം നിങ്ങൾ കുടിക്കുക. ഓട്ടോമാറ്റിക്കലി ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് അവിടെ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് വജൈനയിൽ നിന്ന് ഡിസ്ചാർജ് കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വജൈനയ്ക്ക് ചുറ്റുമുള്ള ആ ഒരു ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് ഒരു നനുത്ത ഒരു ചൂടുവെള്ളം വെച്ചിട്ട് നമ്മൾ അടിച്ചങ്ങോട്ട് കഴുകുക കേട്ടോ. ആ ഒരു ഭാഗം നമ്മൾ കൂടുതലായിട്ടും ഹാൻഡ് ഷവർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അടിച്ചൊന്നും കഴുകരുത് കേട്ടോ. ബക്കറ്റിൽ ആ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ പയ്യെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. കൂടുതലായിട്ടും സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വജൈനൽ pH-നെ അഫക്റ്റ് ചെയ്യും. വജൈനൽ pH-നെ അത് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തുന്ന സ്പേമിനെ കൊല്ലാനായിട്ടുള്ള രീതിക്ക്, അതായത് സ്പേമിനെ ഹാംഫുൾ ആയിട്ടുള്ള രീതിക്ക് നമ്മുടെ വജൈന മാറും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും സ്മെല്ലുള്ള സോപ്പ് ഉപയോഗിച്ചിട്ടോ ഒക്കെ നിങ്ങൾ കഴുകുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ കഴിവതും നിങ്ങളത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരു സ്ത്രീക്ക് കൃത്യമായിട്ട് ഈ ഒരു രീതിക്ക് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്ന മെത്തേഡ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.